ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. അതുപോലെ സ്വയംവര പുഷ്പാഞ്ജലി വെറ്റിയും പാക്കും ഭഗവതിയുടെ പാദത്തിൽ വെച്ചിട്ട് വെളുത്ത പുഷ്പങ്ങൾ, ചുവന്ന തെറ്റി നാര് കളഞ്ഞത് എന്നിവ കൊണ്ട് കൊടുത്ത് 108 എണ്ണോ 36 എണ്ണോ 51 എണ്ണോ ഒക്കെ കൊണ്ട് കൊടുത്ത് ഉദ്ദിഷ്ടകാര്യത്തിനായി സ്വയംവരം നടക്കുന്നതിന് വേണ്ടി, മംഗല്യ തടസ്സം മാറി സ്വയംവരം ആകുന്നതിന് വേണ്ടി നടത്തപ്പെടുന്നതാണ് സ്വയംവര പുഷ്പാഞ്ജലി. വെളുത്ത പുഷ്പങ്ങളാൽ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അജാ ഋഷി ദേവീ ഗായത്രി ചന്ദ സ്വയംവര പാർവതി ദേവത. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമോശം ആകർഷയാകർഷയ സ്വാഹ എന്ന മന്ത്രത്താൽ ചെയ്യപ്പെടുന്ന പുഷ്പാഞ്ജലിയാണ് സ്വയംവര പുഷ്പാഞ്ജലി. സ്വയംവരം നടക്കുന്നതിന് വേണ്ടി മംഗല്യപരമായിട്ടുള്ള തടസ്സം ഒഴിവായി മംഗല്യഭാഗ്യത്തെ നൽകുന്നതിന് വേണ്ടി ചെയ്യുന്നതാണിത്. ഗണപതി ഹോമത്തിലും തെറ്റിപ്പൂ നാര് കളഞ്ഞ് സ്വയംവര മന്ത്രത്താൽ ഹോമിക്കാറുണ്ട് മംഗല്യ തടസ്സം മാറുന്നതിന് വേണ്ടി. 12 വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ മംഗല്യഭാഗ്യത്തിനായി മഞ്ഞച്ചരടിൽ കോർത്ത താലിയും മുല്ലമാലയും പാർവതീദേവിക്ക് സമർപ്പിച്ച് സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഏറ്റവും ഫലവത്താണ്. ഇപ്പുറത്ത് ശിവഭഗവാനും കൂവളമാലയും മുല്ലമാലയും ചാർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ മംഗല്യപരമായിട്ടുള്ള തടസ്സം മാറി സ്വയംവരം നടക്കുന്നതിന് അവിടുത്തെ ചെങ്ങന്നൂർ അമ്പലത്തിലെ തൃപ്പൂത്താറാട്ട് കണ്ട് തൊഴുത് താലപ്പൊലി എടുത്ത് ആ ശിവനും പാർവതിയും സംഗമിക്കുന്ന ആ വേളയിൽ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ദേവീ ദേവന്മാരുടെ സംഗമവേളയിൽ മഞ്ഞൾ പറ സമർപ്പിക്കുന്നതും ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഫലവത്താണ്. അത് തൃപ്പൂത്താറാട്ട് ദിവസമാണ് ചെയ്യുന്നത്. രാവിലെ 7 മണിക്കാണ് മിത്രക്കടവിൽ ആറാട്ട് കഴിഞ്ഞിട്ട് മഹാദേവനും മഹാദേവിയും കൂടെ തിരിച്ച് അമ്പലത്തിൽ വന്ന് എഴുന്നള്ളി നിന്ന് അതിനു മുമ്പിൽ മഞ്ഞൾപ്പറ സമർപ്പിക്കാറുണ്ട്. ഹരിദ്ര പുഷ്പാഞ്ജലിയും നടത്താറുണ്ട്. ഇത് ഏറ്റവും ഫലവത്താണ്. അതുപോലെ സ്ത്രീകൾക്ക് വന്ധ്യതാപരമായിട്ടുള്ളതും മാസമുറ സംബന്ധമായ കാര്യങ്ങൾക്കും രോഗതടസ്സങ്ങൾക്കും എല്ലാം ഏറ്റവും ഫലവത്താണ് ഹരിദ്ര പുഷ്പാഞ്ജലി. സ്വയംവരപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറുന്നതിന് താമരപ്പൂവ് മാലയും, താമരപ്പൂവ് ഭഗവാനും താമരപ്പൂവ് ദേവിക്കും സമർപ്പിച്ച് സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഏറ്റവും ഫലവത്താണ്. ചെങ്ങന്നൂർ അമ്പലമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതിന്. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചനയായിട്ടാണ് കുങ്കുമത്തിൽ മുക്കി, രക്തചന്ദനമായാലും മതി, രക്തചന്ദനത്തിൽ മുക്കി തെറ്റിപ്പൂ അർച്ചിക്കുന്നതും മംഗല്യഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. കുങ്കുമാർച്ചന എന്നാണ് പറയുന്നത്. മംഗല്യഭാഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. കാളീക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് കുങ്കുമാർച്ചന. കുങ്കുമം കൊണ്ടുകൊടുത്ത് ചുവന്ന തെറ്റിപ്പൂ നാര് കളഞ്ഞതും കൊണ്ടുകൊടുത്ത് അർച്ചിക്കുന്ന പുഷ്പാഞ്ജലിയാണ് കുങ്കുമ അർച്ചന. അതും ശ്രേഷ്ഠകരമാണ്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.